ഗായ്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിപ്പോൾ രാവിലെ എണീച്ചൊരു ഫേസാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. ഇതെന്ന് വെച്ചാൽ വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ്. അപ്പം ഇപ്പം ശനി ഞായർ തിങ്കളാഴ്ചയാണ് ഞാൻ ഓവർ വോയിസ് ഇടുന്നത്. ഓവർ വോയിസ് എന്ന് വെച്ചാൽ അത് ഉറങ്ങിയടിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടായിട്ട്, അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഓവർ വോയിസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നലെ മിന്നാന്നൊന്നും എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച തന്നെ അറിയാമല്ലോ എല്ലാവർക്കും, സ്കൂൾ നേരത്തെയാണ്. 9:30 സിയുക്കും ഷെൻഡുക്കും ബസ് വരുന്നത്. സിനാന് കുറച്ചും കൂടി നേരത്തെ പോകും. ഓന് വട്ടമ്മലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് ഓന് കുറച്ചും കൂടി നേരത്തെ പോകട്ടോ. പിന്നെന്താണ്, കറിയൊക്കെ രാത്രി തന്നെ കോഴിക്കറി വെക്കുമ്പോൾ കുറച്ച് നീളത്തിൽ വെക്കും. നമ്മൾ പൊതുവേ ഞാൻ ഉമ്മ ഉണ്ടെങ്കിൽ തന്നെ രാത്രി വെക്കുമ്പോൾ തന്നെ കുറച്ച് അധികം വെക്കും. കാരണം രാവിലെ ആണെങ്കിൽ പെട്ടെന്ന് നെയ്ച്ചോറോ പത്തിലോ അതിൻ്റെ കൂടെ എന്തെങ്കിലും ചൂടിയോ വേണ്ടു. മനസ്സിലായ? അപ്പം ഇന്നത്തെ വ്ളോഗിൽ എത്രത്തോളം എടുക്കാൻ പറ്റുന്നതായിട്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ കിച്ചണിൽ ഞാൻ നെയ്ച്ചോറ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇന്നലെ രാത്രി കുറച്ച് നെയ്ച്ചോറ് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് കുറച്ചും കൂടി വെക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ കോഴിക്കറി കേട്ടോ. മുളക് കറിയാണ് വെച്ചത്. കാരണം കുറേ ആയി മുളക് കറി വെക്കാത്ത. എപ്പോഴും തേങ്ങാപ്പാൽ കൂടി തന്നെയാണ് വെക്കൽ. അപ്പോൾ ഇന്ന് മുളക് കറി കൂട്ടാൻ ആഗ്രഹമായതുകൊണ്ട് ഞാൻ നിങ്ങൾ മുളക് കറി വെച്ച്, പിന്നെ ഇത് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് രാവിലത്തെ ഒരു ഇതെന്ന് പറയുന്നത്. നമുക്ക് നെയ്ച്ചോറ് കുറച്ചും കൂടി വെക്കണം. ഇത് ഉള്ളത് ചൂടാക്കിയിട്ട് ഇപ്പോൾ കഴിക്കാൻ കൊടുത്തിട്ട് അധികം വെച്ചിട്ട് സ്കൂളിലേക്ക് ടിഫിനിൽ കൊടുക്കാൻ, ലഞ്ചിന് കൊടുക്കാൻ ചോദിച്ചിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വെച്ച് നമ്മൾ ഷെൻജുക്കും സിയുക്കും കുളിക്കാൻ വേണ്ടി ചൂടുവെള്ളം വേണം. കാരണം നല്ല മഴയായതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. രാവിലെ തന്നെ അവർക്ക് പച്ചവെള്ളത്ത് കുളിക്കാമെന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക്കാണ്. ചില സമയത്തൊക്കെ കുളിക്കും, ചില സമയത്ത് കുളിക്കൂല. അതായത് പച്ചവെള്ളത്തിൽ കുളിക്കൂല. ഓക്കെ, അപ്പോൾ അതങ്ങനെ വെച്ചു. നെക്സ്റ്റ് തന്നെ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി അളക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ വെറുക്കുന്ന ഇലാണ് ഈ നമ്മൾ മിൽക്കി മേഡിൻ്റെ ഒരു ടിന്നിലാണ് കുറേ കാലങ്ങളായിട്ട് അരി അളക്കൽ. ഓക്കെ, അപ്പോൾ നമ്മളിത് അരി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 1.5 മറ്റാന്ന് തോന്നുന്നു എടുത്തത് കേട്ടോ. ഓക്കെ, പിന്നെ ചോറ് വെക്കാൻ വേണ്ടിയിട്ടുള്ള അരിൻ്റെ അളവിൽ വെള്ളം എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ അരി നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എന്നിട്ട് വെള്ളം ഇറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അപ്പോഴത്തേക്ക് അത് വെള്ളം പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട്. പാനല്ല, ഒരു പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ മിൽമ നെയ്യ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നോർമൽ വേറെ ഏതെങ്കിലും ഓയിൽ, സൺഫ്ലവറോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ, അപ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ പിറക്കുന്ന പൊതുവെ ഉപയോഗിക്കൽ. അതും കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ മിക്സ് ആക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട്, ഏലക്കായി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ സമയം 8:30 മണിയായി. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് ഷെൻജുവിനെ 8:30 വിളിക്കണം. നോർമലി മറ്റുള്ള ദിവസങ്ങളിൽ 9 മണിക്കാണ് വിളിക്കൽ കേട്ടോ. 10 മണിയാകുമ്പോഴത്തേക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. 10 മണിക്കാണ് ബസ് കിട്ടും മറ്റുള്ള ടൈമിൽ, ബാക്കി ദിവസങ്ങളിൽ. അപ്പോൾ ഇന്ന് 9:30 വരും. അപ്പോൾ അങ്ങനെ ഷെൻജുക്കുട്ടി ഉറങ്ങുന്നുണ്ട്. അപ്പം ഉമ്മ ഉപ്പ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇപ്പോൾ താഴെയാണ് ഉറങ്ങൽ കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ഉള്ളിയും കറിവേപ്പിലും കൂടി ഇട്ടിട്ടുണ്ട് ചോറ് വെക്കേണ്ടതിലേക്ക് കേട്ടോ. ഇനിയെന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും. നേരത്തെ അളന്ന് വെച്ചിട്ടുള്ള വെള്ളം ഇനി ഒഴിച്ചു കൊടുക്കും ഇതിൽ. അപ്പം വെള്ളം ഒന്ന് തിളക്കാൻ വിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ചൂടുള്ള റെഡി ആയിട്ടുണ്ട് കുടിക്കേണ്ടവർക്ക്. നെക്സ്റ്റ് നമുക്ക് കുടിക്കേണ്ട വെള്ളം 2 ബോട്ടിലേക്കും ആക്കി കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും നോൾട്ടൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഇതിലേക്ക് സിയുക്കും ഷെൻജുക്കും. പക്ഷേ ഇങ്ങനെ ചൂട് നിൽക്കുന്നുണ്ടോ ചോദിച്ചാൽ ചൂട് നിൽക്കുന്നതില്ല. പക്ഷേ നമ്മൾ നല്ല ചൂടുള്ള വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ പുറം തൊടാനേ പറ്റുന്നില്ല കേട്ടോ. ഭയങ്കര കൈവുള്ളൂ, നമ്മൾ തൊടാൻ പറ്റില്ല. തണിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ തൊടാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് 2 ബോട്ടിലും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ചോറിന് വെള്ളം വെച്ചത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ എപ്പോഴും ഒരിച്ചിരി അധികം ഉപ്പിടുക. ഉപ്പെന്ന് വെച്ചാൽ നമുക്ക് ടേസ്റ്റ് കറക്റ്റ് ആണെങ്കിൽ ഒരിച്ചിരി അതിലധികം ഉപ്പിടാം. ഓക്കെ, ചില സമയത്ത് ഞാനങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നല്ല എൻ്റെ ഉപ്പ് ആവാറ്. ചിലപ്പം കുറവാകും, ചിലപ്പം അധികം ആവാം. ഓക്കെ, ഇനി അതിലേക്ക് നമ്മൾ അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടോ. അരി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് എല്ലാം യോജിപ്പിക്കുക.
നെക്സ്റ്റ് ഞാൻ ചായ വെക്കുന്നുണ്ട്. ചായ എന്ന് വെച്ചാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ ചായ വെച്ചിട്ടില്ലെങ്കിൽ ഷെൻസ് ചായ ചോദിക്കും, ചായ വെച്ചാൽ അവർക്ക് വേണ്ടതാനും. അങ്ങനെയാണ് ഇവിടുത്തെ ചായൻ്റെ കഥ. ഓക്കെ, അപ്പോൾ സിയവും ചായ അങ്ങനെ കുടിക്കാറില്ല. ഉമ്മ ഉണ്ടാകുമ്പോൾ തന്നെ അവൾ നിർബന്ധിച്ചിട്ട് കുടിപ്പിക്കലാണ്, ചായ കുടിക്കാറില്ല. ഓക്കെ, പിന്നെ ഇങ്ങനെ ജസ്റ്റ് ബിസ്ക്കറ്റ് മുക്കാൻ ഉപയോഗിക്കും, അത്ര മാത്രം. അപ്പോൾ നമ്മുടെ ഷെൻസ് കുട്ടി ഇതാ അവിടെ എണീച്ച് ബ്രഷ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇതാണ് എൻ്റെ ചായ റെഡിയായി. അപ്പോൾ മിക്കവാറും ഈ ചായ തേച്ച് ഞാൻ തന്നെ കുടിക്കേണ്ടി വരും, അങ്ങനെയാണ് പതിവ്. കാരണം വെച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി വരും, വെച്ചാൽ അവർക്ക് വേണ്ട, അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമ്മളിതാ സിയു ഓൾറെഡി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഷെൻജുവിന് ഞാൻ ഫുഡ് വായിലിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അവൾ പൊതുവെ ഒറ്റയ്ക്ക് കഴിക്കും മാഷാഅല്ലാഹ്. പക്ഷേ ചില സമയങ്ങളിൽ വായിലിട്ട് താന്ന് പറയും. രണ്ടും ഉണ്ട്, ഒറ്റയ്ക്ക് കഴിക്കുകയും ചെയ്യും, ഞാൻ വായിലിട്ട് കൊടുക്കുകയും ചെയ്യും. ഈ പിള്ളേർ നമുക്ക് എന്താ തിരക്കിലായിരിക്കുന്ന ടൈമിലായിരിക്കും അവർ വായിലിട്ടാന്ന് പറഞ്ഞിട്ട് കരയും കേട്ടോ. നമുക്കൊരു പണിയും ഇല്ലെങ്കിൽ നമുക്ക് വായിലിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുമ്പോൾ അവർ പറയും വായിലിട്ട് ഒറ്റയ്ക്ക് കഴിച്ചോളാം. അതെന്താണെന്നറിയില്ല, എല്ലാവരും അങ്ങനെ ആയിരിക്കും അല്ലേ. ഇപ്പോൾ നമ്മൾ സ്കൂളിലാത്തപ്പം നേരത്തെ എണീക്കും, സ്കൂളിലപ്പോൾ നേരത്തെ എണീക്കില്ല എന്ന് പറയുന്ന പോലെയാണ് പല കാര്യങ്ങളും. അപ്പോൾ സ്നാക്സ് ആയിട്ട് ഈ ഒരു തക്കാളി നുറുക്കാണ് ഇന്ന് ഷെൻജുവിന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ തക്കാളി നുറുക്കൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ വാങ്ങിയത് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഫ്രൂട്ട്സും മറ്റാണ് കൊടുക്കൽ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവർക്കൊരു മടുപ്പ് വരണ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കൊടുക്കും. അപ്പോൾ ഇത് നമ്മുടെ ചോറിൽ കസൂരി മേത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കസൂരി മേത്തി ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ചോറിന് നല്ല അടിപൊളി സ്മെല്ലാണ് ഉണ്ടാവില്ലേ. അപ്പം ഇതാണ് നമ്മുടെ ഷെൻജുവിൻ്റെ ടിഫിൻ ബോക്സ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്താ പറയുക ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഷെൻജുവിന്. അപ്പോൾ ഇപ്പം ചൂടാടെ വെച്ചതാണ് ഷെൻജുക്ക് നെയ്ച്ചോറ് ഇട്ട് കൊടുക്കുന്നത്. രാത്രി ഉണ്ടായത് അവരെല്ലാവരും കഴിച്ച്. ഓക്കെ, അപ്പം ആവശ്യത്തിന് നെയ്ച്ചോറ് ഷെൻജുവിന് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് വെച്ചാൽ നമ്മൾ ചിക്കൻ കറിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ സൈഡിൽ ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കും. ഷെൻജുവിന് ചോറിൻ്റെ മുകളിലും ഒഴിച്ചു കൊടുക്കും കേട്ടോ. കാരണം ഷെൻജുവിന് അവൾ എന്നെയും ഇക്കാനും ഒക്കെ പോലെ തന്നെയാണ്. ഞാൻ ഇക്കാവ് നല്ലപോലെ കറി കൂട്ടുന്ന ആളാണ്, അതുപോലെ തന്നെയാണ് ഷെൻജുവിനും കറി അത്യാവശ്യം വേണം. ഓക്കെ, അപ്പം നമ്മുടെ ഷെൻജു ടിഫിൻ ബോക്സ് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമുക്ക് സിയുവിൻ്റെ ടിഫിനും കൂടി ഒന്ന് ഫില്ല് ചെയ്യാം കേട്ടോ. പിന്നെ ടിഫിൻ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്താ പറയുക കിറ്റിലേക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ കിറ്റ് ഇതാണ് കേട്ടോ. ഇത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ ചൂട് തണിയും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല കേട്ടോ. ഒരു പരിധി വരെ ചൂട് നിൽക്കും, ഓവറായിട്ടൊന്നുമില്ല. ഒരു ദിവസം ഫുള്ള് വെക്കുകയാണെങ്കിൽ അങ്ങനെ നിൽക്കുമെന്ന് ചോദിച്ചാൽ നമ്മളങ്ങനെ നോക്കിയിട്ടില്ല അങ്ങനെ നിൽക്കുന്നുണ്ടോയെന്ന്. അപ്പം ഇതിൽ അത്യാവശ്യം ഒരു സ്കൂളിൽ നിന്ന് കഴിക്കുന്നവരെ എന്തായാലും ഇതിൽ ചൂട് നിൽക്കും കേട്ടോ. ഇത് വെച്ചാൽ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ലാസ്റ്റ് മൊമെൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിന് കുളിക്കലും കാര്യങ്ങളൊക്കെ ഇതിന് മുമ്പ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മൾ ഷോക്സ് ഷൂ ചടപട കാരണം വെള്ളിയാഴ്ച കൊണ്ട് ചടപട റെഡി ആയിരുന്നു കേട്ടോ. വണ്ടി പോകുമെന്ന് അറിയില്ല. 9:18 ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഷെൻജുവിൻ്റെ മുടി വെട്ടാൻ പോകുമ്പോൾ അതൊന്നും വീടെടുക്കുന്നില്ല. മുടി കെട്ടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് കണ്ടിട്ട്. ഓക്കെ, ഷെൻജു റെഡിയായി, ബസ് വരും. ബാഗ് ഇതൊക്കെ ചെയ്ത് സ്റ്റഡി ടേബിളൊക്കെ താഴെ കൊണ്ടുവച്ചു. ഓക്കെ, മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കുടയെടുക്കാം. അപ്പോൾ 3 ആളും 3 കുടയിലേക്കാണ് അവിടെ ബസ് കയറാൻ വേണ്ടി പോകുന്നത്. ഗൈസ്, അപ്പം എൻ്റെ ഒരു ചാർജും ഇല്ല, 3%. അപ്പോൾ നമുക്ക് പിറക്കൊരു ചാർജിനും കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പയ്യെ ഇത് കാണാം കേട്ടോ. അപ്പോൾ ബസ് വരുന്ന എടുക്കാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് എടുക്കാം. ഓക്കെ, അപ്പോൾ
ഗൈസ് അങ്ങനെ എല്ലാവരും പോയി. ഇക്ക പോയി, ഷൻസോ സിനു ബസ്സിൽ പോയി. സിനു നേരത്തെ പോയി സ്കൂളിലേക്ക്. അപ്പം സിനുവിൻ മട്ടമ്പലാണ് പഠിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ പോയി. അപ്പോൾ 9:30 ഷൻസു സിനുവിൻ്റെ വണ്ടി വന്നു, അവരും പോയി. അപ്പോൾ ഞാനങ്ങനെ തിരിച്ചു വന്ന്. പുറത്ത് നല്ല മഴ വരുന്നുണ്ടായി. ഇപ്പോൾ നിന്ന് മഴ. അവർ ഇറങ്ങുമ്പോൾ ചെറുങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ബസ്സിനടുത്ത് എത്തിയപ്പം ഭയങ്കര മഴ പെയ്തു. ഓക്കെ, പിന്നെ അപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ പോകുന്നു. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ കുറേ അലക്കാനൊക്കെ ഉണ്ട്. അലക്കാൻ പിന്നെ നമ്മൾ വാഷിംഗ് മെഷീൻ ഇടുന്നതുകൊണ്ട് അലക്കാൻ ഉണ്ട് എന്ന് പറയാൻ ഇതില്ല. ആർത്തിയിടാനുള്ള ഒരു പണി മാത്രമേ ഉണ്ടാവും. അതൊരു ഇട്ട് കൊടുത്താൽ മാത്രം മതിയല്ലോ. ഓക്കെ, പിന്നെന്താ, അപ്പം ഞാൻ വിചാരിക്കുന്നുണ്ട് രാവിലത്തെ കുറച്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രാത്രി എന്താവും, ചാർജ് കുത്തി വെക്കൂല ഫോണിൽ. അതാണ് പ്രശ്നം. രാത്രി ഫോൺ നോക്കിയിട്ട് ഫോൺ അങ്ങനെ വെക്കും. പക്ഷേ ചാർജ് കൊടുത്താൽ ഓർമ്മ ഉണ്ടാവില്ല. ചില സമയത്ത് കുത്തും. കാരണം രാവിലെ അടിച്ച് വീഡിയോ എടുക്കണമെങ്കിൽ ഫോണിൽ ചാർജ് ആണല്ലോ. അപ്പോൾ അങ്ങനെ ചാർജ് കുത്തില്ല. ഇപ്പോൾ ഇടയ്ക്ക് ചാർജ് കുത്തി എടുത്ത് അങ്ങനെയാണ് ഇപ്പോൾ രാവിലത്തെ വീഡിയോ എടുത്തത്. അതും വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ സ്റ്റാൻഡും കാര്യങ്ങളും എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഇങ്ങനെ തട്ടിമുട്ടി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്താണ് കേട്ടോ. പിന്നെ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അങ്ങനെ അടിപൊളിയായിട്ട് വീഡിയോ എടുക്കാനൊന്നും കഴിയൂല. ഓക്കെ, അത്ര തന്നെ. അപ്പോൾ ഞാനിതാ ഫുഡ് കഴിക്കാൻ പോകുന്നു. നമുക്ക് കഴിക്കുക. ഏതായാലും കഴിച്ചതിന് ശേഷം നമുക്ക് അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ട് എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ഈ ഡ്രസ്സ് അലക്കുന്നുണ്ട് നമ്മൾ കല്ലിനകത്ത് ഇരുന്നുണ്ടെങ്കിൽ ശരിക്കും പെട്ടെന്ന് കഴിയുന്ന സംഭവമാണ്. ഓക്കെ, നമ്മൾ ഈ വാഷിംഗ് മെഷീൻ ഇടുന്നതുകൊണ്ട് നമ്മൾ അത്രയും ടൈം നമുക്ക് എന്തായാലും ഒരു ഫ്രീ ടൈം പോലെ നമുക്ക് കിട്ടും. ആ വാഷിന് തിരിയുന്നവരെ അതായിട്ടില്ലല്ലോ എന്നൊരു സമാധാനമാണ് അല്ലേ. അത് ആവുമ്പോലെ ആർത്തിരണ്ടു ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ. പിന്നെന്താണ്, ഞാൻ ഫുഡ് കഴിക്കട്ടെ. ഫോണിപ്പോൾ ചാർജ് കുത്തിയിട്ടാണല്ലോ കേട്ടോ. കാരണം അവിടെ എത്തുമ്പോൾ 3% ആയിട്ട് ഫോണ് ഇവിടെ വെക്കാൻ പറ്റുമെന്ന് അറിയില്ല. ചാർജർ അല്ല, ഇങ്ങനെ വെച്ചാൽ എൻ്റെ ചാർജർ മിക്കവാറും പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. മടക്കി വെച്ചാൽ. അപ്പോൾ ഏതായാലും നമുക്ക് കഴിക്കാം. ഓക്കെ, പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ, പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ ഉപ്പ വീഡിയോ കോളൊക്കെ ആക്കാറുണ്ട്. എന്തെങ്കിലും വീഡിയോ കോൾ ആക്കിയിട്ടുണ്ടായിരുന്നു. മിന്നാന്ന് വീഡിയോ കോൾ ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, റൂമിലെത്തിക്കഴിഞ്ഞാലാണ് അവർക്ക് വൈഫൈ കിട്ടുന്നത് കേട്ടോ. പുറത്തുനിന്ന് അവർക്ക് റേഞ്ച് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് വക്കീൽ പോകുന്ന സമയത്തുള്ളിൽ നിന്ന് പള്ളിൻ്റെ ഒക്കെ ഉള്ളിൽ നിന്ന് വീഡിയോ കോൾ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഉമ്മ എന്തോ പറയുന്നുണ്ടായി, സിമ്മ് കിട്ടണം എത്രയെന്നോ മറ്റെന്തോ പറയുന്നുണ്ടായി. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളൊന്നും പുറത്തുനിന്ന് റേഞ്ച് കിട്ടുമായിരിക്കും. അപ്പം പിന്നെന്താ, ഓക്കെ, നമുക്കിനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം അല്ലേ. ഉദ്ദേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ അതുപോലെ ഉപ്പ പോകുന്ന വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. കാണാൻ ആഗ്രഹമുള്ളവർ വീഡിയോ പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ, ഹലോ ഗൈസ്, അങ്ങനെ ഇപ്പോൾ ഒരു സമയം 12:30 കഴിഞ്ഞു കേട്ടോ. ഇപ്പം പള്ളിയിലേക്കെല്ലാം ജുമ്മ ആയതുകൊണ്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളെ പള്ളി ജുമ്മ മസ്ജിദാണ്. അപ്പം ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ തുണിപ്പായ്ക്ക് വാശിടാൻ വേണ്ടി പോകുന്നു. അപ്പം ഉപ്പ വീഡിയോ കോളാക്കിയിട്ടുണ്ടായിട്ടോ മക്കയിൽ നിന്ന് ബഷീരിലൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്ക് സ്ക്രീൻഷോട്ട് കൊടുക്കാം. കോളാക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. സൈഡിൽ എവിടെയെങ്കിലും കൊടുക്കാം കേട്ടോ. പിന്നെ വേറെ എന്താ കഴിച്ചു. അപ്പം ഞാൻ ഈ തുണിപ്പായ വാശിടാൻ പോകുന്നത്. പിന്നെ പുറത്ത് കുറേ ഉണങ്ങിയ തുണിപ്പാങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് ഒരു കവാട്ടിൽ കൊണ്ടുവെക്കണം. ഓക്കെ, അങ്ങനെ കുറച്ച് പണികളുണ്ട്, നമുക്ക് കാണാം. ഓക്കെ, നമ്മുടെ ഈ മുറ്റത്തെ കിച്ചണിലാണ് ഡ്രസ്സൊക്കെ പാർത്തിരുന്നു. പിന്നെ എൻ്റെ പറഞ്ഞോളും അറിയിടാറുണ്ട്. ഓക്കെ, നമ്മളിതാ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇടാൻ നോക്കി. വാഷ് ഓണാക്കി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഷോക്കാണ് കേട്ടോ. ഈ മഴക്കാലത്ത് മാത്രം ഇതൊന്നും തൊടാൻ പറ്റില്ല. എന്തായാലും വീട്ടിൽ വേറെ പ്രശ്നമൊന്നും പറയാം. ഓക്കെ, ഇതുകൊണ്ട് ഞാനിപ്പോൾ എന്തെങ്കിലും ഉപയോഗിച്ചാണ് ഓൺ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്
വീഡിയോയിൽ നമുക്ക് കുറച്ച് മടക്കി തുണിപ്പാൻ കുറച്ച് അലമാരയിലുള്ള കൊണ്ടുവയ്ക്കാനുണ്ട്. നമുക്ക് അതൊക്കെ കൊണ്ടുവയ്ക്കാം. ഗൈസ്, അപ്പോൾ എന്താ പറയുക, തുണിപ്പായൊക്കെ വാഷിന് ഉണങ്ങി കഴിഞ്ഞ് അത് ആറിയിടണത്ര. സമയം എത്രയെന്നറിയോ? സമയം 4 മണിയാവാനായി. ഇപ്പോൾ സീരിയൽ ഷഞ്ചിപ്പൊത്തുന്നതായിരിക്കും. പിന്നെ മറ്റേ കഴിച്ചു ചായ വെക്കാൻ വിചാരിച്ചു. ചായ വെച്ചാൽ 1 മണി കുടിക്കല്ലോ. പിന്നെ പറയുമ്പോൾ പിന്നെ രാത്രിയിലേക്ക് 10 ഗ്രീൻ പീസ് മസാല അങ്ങനെ ആക്കാമെന്ന് വിചാരിക്കുന്നു. ഗ്രീൻ പീസ് പിന്നെ ആക്കിയിട്ടുണ്ടായി. അപ്പോൾ അതിലൂടെ കോഴിയൊക്കെ പൊരിച്ചിട്ടുണ്ടായി. അത് കോഴിയൊന്നും കഴിക്കുന്ന ഗ്രീൻ പീസ് മസാല മാത്രമാണ്. അപ്പോൾ പോയപ്പോൾ ചിക്കൻ ആവും ഇന്നലെ വരെ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ കൊണ്ട് ആക്കാമെന്ന് വിചാരിക്കുന്നു. ഗ്രീൻ പീസ് മസാല ഒരു രാത്രി ആക്കണമല്ലോ. അപ്പം അതേ പൊതിരില്ല. അതുകൊണ്ടൊന്നും ഉണ്ടാക്കുന്നത് വെച്ചാൽ നല്ല തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ കുറച്ച് സമയത്തിനുള്ളിൽ അത് കുതിർന്ന് വരും. കൂട്ടി വെക്കുന്ന പറയുന്നത് കുതിർന്ന് വരും. ഓക്കെ, അപ്പോൾ ഞാൻ വെച്ച് ചായ വെച്ചിട്ട് വെള്ളം നല്ല തിളച്ചിട്ട് അതിൽ ലേസ് ഇടാൻ വെച്ച് മസാല ആക്കാം. ഓക്കെ, കുറച്ചധികം ആക്കാം. ഓക്കെ, നമുക്ക് ഇനി ചായ കട്ട സംസാരിച്ചാൽ സംസാരിക്കണം. ചായ കട്ട മാത്രം വെക്കട്ടെ. കാരണം എന്താ പറയുക, സിയൊക്കെ ചായ ഇഷ്ടമല്ല പൊതുവേ. പിന്നെ ഷെൻസുക്കും ഇങ്ങനെ വേണമെന്ന് പറയും. പക്ഷെ ഷെൻസിന് കട്ടൻ ചായയാണ് ഇപ്പോൾ പാൽ ചായയേക്കാളും കുറച്ചും കൂടി കുടിക്കല്. അപ്പം നമ്മൾ ഈ കുട്ടികൾക്ക് ചായ അങ്ങനെ നിർബന്ധിച്ച് കൊടുക്കണമെന്നില്ല കേട്ടോ. അവർക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രം കൊടുത്താൽ മതി. കാരണം ചായ തന്നെ അത്ര ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊന്നും. അപ്പം ഓക്കെ, അപ്പം നമുക്ക് എല്ലാവരും ചായ പച്ച വെക്കാമെന്ന് വിചാരിക്കണം കേട്ടോ. ഞാൻ എന്തായാലും കൊടുക്കും. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ വരുന്ന അതുകൊണ്ട് ഞാൻ തന്നെ കുടിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ചായ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിന്. കുറച്ച് നേരത്തെ വന്നതാണ്. ഇപ്പോൾ പോയിട്ടാണ് അന്നേരം ഒന്നും വീടെടുക്കാൻ പറ്റിയ ആൾക്കാരെ വണ്ടിൻ്റെ ഓട്ടം അങ്ങനത്തെ കുറേ ചില പണികളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉണ്ടായ കുറച്ച് വീഡിയോ നിൽക്കില്ല. ഇപ്പം പോയി കുടിക്കുക വെറുതെ. അപ്പോൾ ഇന്ന് ഇപ്പോൾ അടുപ്പിൽ വെക്കുന്നതിന് പഞ്ചസാര ഞാൻ പഞ്ചസാര ഉറുമ്പ് പറഞ്ഞുകൊണ്ട് പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് അതിനാണ് പഞ്ചസാര വെക്കുന്നത്. അപ്പം ഞാൻ ഈ ഗ്യാസിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചാൽ എന്താക്കുന്നത് വെച്ചാൽ പഞ്ചസാര അവിടെ തന്നെ കൊടുക്കും. ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരില്ല. അപ്പോൾ ഉറുമ്പ് നോക്കും. പഞ്ചസാര ഇട്ടിട്ട് അടുപ്പിൽ കൊടുക്കുക. അപ്പോൾ ചായപ്പൊടി സ്റ്റോർ റൂമിൽ തന്നെയായിരിക്കും. ഞാൻ പോകുന്നതനുസരിച്ച് ക്യാമറ സ്റ്റാൻഡ് ഞാനിങ്ങനെ. അപ്പോൾ ഈ ഒരു വീഡിയോ എത്രത്തോളം എടുക്കാൻ പറ്റുന്നതല്ല. കാരണം എൻ്റെ ഒരു സ്റ്റോറേജ് ഉള്ളിൽ നിന്ന് കാണിച്ച് കഴിഞ്ഞ് ഓക്കെ. അപ്പോൾ എത്രത്തോളം എടുക്കാൻ പറ്റുന്നതല്ല കേട്ടോ. അപ്പോൾ എനിക്ക് ചായ വെച്ചതിന് ശേഷം ഞാൻ പയ്യെ പിള്ളേർ വന്നിട്ട് കാണിക്കാം. ഞാൻ രാത്രി എടുക്കാണ്ട്. കാരണം ഇത് കാണിച്ചു കൊടുക്കുന്ന സ്പേസ് പിള്ളേർ തുണി കാണിക്കാൻ കഴിഞ്ഞ് പയ്യെ രാത്രിത്തെ ആ ടൈമിൽ ചായ തിളച്ച് ഞാൻ പിള്ളേർ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കാൻ ഇൻഷാല്ല. പിന്നെ പറ്റുമെങ്കിൽ പയ്യെ കാണിക്കട്ടെ. അപ്പോൾ ഗൈസ് അങ്ങനെ സിയും ഷണ്ടുക്കും സ്കൂളിൽ നിന്ന് വന്നത് ആ ചായ അടിക്കാനിരുന്നു. അപ്പോൾ ചായ അടിച്ച് ഞാൻ ഫസ്റ്റ് ചെയ്യിക്കുന്ന വെച്ചാൽ ഞാൻ ഹോംവർക്ക് മാക്സിമം ചെയ്യിപ്പിക്കാൻ ശ്രമിക്കും കേട്ടോ. കാരണം നാളെ പച്ചക്കലടെ
ഇനിയിപ്പം എന്താ പറഞ്ഞത്, നാളെ ശനിയും മറ്റന്നാൾ ഞായറും ആണ്. പക്ഷെ അപ്പോൾ ഇങ്ങനെയൊക്കെ നാളെ മറ്റന്നാളൊക്കെ ചെയ്യിപ്പിച്ചുകൂടാ. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഇന്ന് ചെയ്യിപ്പിച്ചാൽ നാളെ മറ്റന്നാൾക്ക് അവർക്ക് ഒന്നും ചെയ്യാണ്ട് ഫ്രീ ആയിട്ട് കളിച്ചുകൊണ്ട് നടക്കാം. അപ്പോൾ ലീവുള്ള ദിവസം എന്ന് വെച്ചാൽ പിള്ളേരെ കളിക്കാൻ വിടാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം എങ്ങനെയാണ് കേട്ടോ. അവർക്ക് എഴുതാനും പഠിക്കാനുള്ള തീർത്ത് ടൈമുള്ള സമയത്ത് അവർ മാക്സിമം കളിക്കാൻ വിടാം. അല്ലെങ്കിൽ ഒരുപാട് ടൈമുണ്ടല്ലോ അപ്പം പഠിക്കാമെന്ന് വിചാരിച്ച് വെച്ചാൽ അവർക്ക് കളിക്കേണ്ട ആ ടൈമൊക്കെ ഇടാണോ. ഇപ്പോൾ ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടാലും നാളെ മറ്റന്നാൾ ഫുള്ള് അവർക്ക് ഫ്രീ ആയിട്ട് നടക്കാം. അതാണ് എൻ്റെ ഒരു ഇത് നോക്കുമ്പോൾ അതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് തോന്നുന്നത്. സ്കൂളില്ലെങ്കിൽ നേരത്തെ എണീക്കും. സ്കൂൾ ഉണ്ടാകുന്ന സമയത്ത് പിള്ളേർ എന്താ പറയുക, നമ്മൾ വിളിച്ചാൽ എണീക്കാൻ കൂട്ടാക്കില്ല. അത് എല്ലാവരും നമ്മളടക്കം എല്ലാവരും അങ്ങനെ ഞാൻ ഉണ്ടായതാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അത് സ്കൂളില്ലെങ്കിൽ നമ്മൾ ഉറങ്ങാതെ വിചാരിച്ച ശേഷം അന്ന് നമുക്ക് ഉറക്കം കിട്ടില്ല. നമ്മൾ രാവിലെ എനിക്കത് അറിഞ്ഞുകൊണ്ടല്ല, അങ്ങനെ ആയി പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഏതായാലും പയ്യെ രാത്രി കാണിച്ചാൽ അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കട്ടെ. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ കുറേ സ്റ്റാൻഡ് ഓടുന്നു. അതൊക്കെ കുറേ നേരത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഷവാൻ കൊടുക്കുന്നത് ഭാഗം കൊടുത്തിട്ട് സംസാരിക്കട്ടോ. വേറെ പടയിൽ കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഇപ്പോൾ കൊടുക്കും ശേഷം വരും. ഓക്കെ, അപ്പോൾ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളെ കുക്കർ ഇവിടെ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് മസാല ആക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, രാവിലെ വരെ ഇന്ന് നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ഉണ്ടായത്. അപ്പോൾ ഞാൻ എന്താ പറയുക മസാലകളാക്കാമെന്ന് വിചാരിക്കുന്നുണ്ടാവും അറിയാം ലാസ്റ്റ്. അപ്പം ഞാൻ ഇൻഡക്ഷൻ തുടങ്ങി അപ്പത്തേക്ക് പോയി. അപ്പോൾ ഞാൻ വന്നവരും എന്താ പറയുക ഷെൻഡിൻ്റെ മുടിയൊക്കെ വാരി, പിന്നെ ഇതുപോലെ കുറച്ചൊന്ന് വാരി എന്നിട്ട് എഴുതാനിരുത്തി. എഴുതാനുണ്ടായിരുന്നത് എഴുതാൻ അറിയാലോ, കുറച്ച് ടഫാണ് നമ്മൾക്ക്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും എഴുതാൻ വെച്ചാൽ ഞാനും ഓളെ റഫ് നോട്ട് എടുത്തിട്ട് ഉമ്മാവ് എഴുതാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും ഓളും കൂടി അങ്ങനെ എഴുതിയിട്ട് എങ്ങനെയൊക്കെയോ അത് എഴുതിയിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം എന്താ പറയുക സ്കൂളിൽ ലീവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ അങ്ങനെ എഴുതിച്ച് പിന്നെ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞിട്ട് എഴുതുമ്പോൾ ഉറക്കം വന്നിന്. ബെഡിൽ പോയിട്ട് കിടക്കുമ്പോൾ ഉറക്കൊന്നും വരുന്നത് അത് ഭയങ്കരമാണ്. എല്ലാവരും അങ്ങനെ ആയിരിക്കും. എന്നിട്ട് അങ്ങനെ കിടന്നുറങ്ങിയതാണ്. ഞാൻ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ എഴുതിപ്പിക്കുമെന്ന് പറഞ്ഞു. കാരണം എഴുതുമ്പോൾ ഉറക്കം വരുന്നതെന്ന് പറഞ്ഞിട്ട് ബെഡിൽ പോയിട്ട് ഉറങ്ങാതെ നിന്ന് കഴിച്ചു വരുള്ളൂ. അപ്പം അങ്ങനെ ഉറക്കി. ഇപ്പം ആദ്യം ഇടയ്ക്ക് എണീറ്റിട്ട് പോയതാണ്. ഓക്കെ, അങ്ങനെ ഇവിടെ ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ഇരുന്നാണ്ട് അങ്ങനെ അപ്പത്തേക്ക് ഓടിയതാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതാക്കാം. പിന്നെന്താ ആക്കാം കേട്ടോ. അപ്പം ഇത് നേരത്തെ ഇംഗ്ലീഷ് കൂട്ടിച്ചതാണ്. അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിൽ ആക്കിക്കൊണ്ടിതാ പെട്ടെന്ന് നമുക്ക് കുതിർന്നിട്ടുണ്ടാകും. എന്നിട്ട് ഒറ്റയടിക്കേണ്ട പീസാകുന്നുണ്ട്. അപ്പം തന്നെ നമ്മൾ കുക്കറിൽ അങ്ങനെ ഒരുപാട് ടൈം വെക്കേണ്ടി വരില്ല. പിന്നെ മസാലയിലാക്കിയിട്ട് അതിലേക്കന്നെ വേവിക്കാണ്ട് വെച്ചിട്ട് ഇത് വേവിച്ചാൽ വേറൊരു മസാലയൊക്കെ അങ്ങനെ ആക്കുമ്പോൾ ഒരുപാട് ടൈം വെക്കുന്നത്. ഇതായിട്ട് വേണം നമുക്ക് എന്താ പറയുക പത്തിരി ചൂടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം കറിവേപ്പില ഇട്ടാം. സാധാരണ ഞാൻ എന്താ പറയുക കളിച്ചാക്കുന്ന മസാല അല്ല, നമ്മൾ കരിയപ്പത്തിനും അപ്പങ്ങൾക്ക് സ്നാക്സിനൊക്കെ ഞാനാക്കുന്ന മസാല ഉണ്ടല്ലോ. അതിന് മുളക് പൊടി ഇടില്ല, ഞാൻ ഇച്ചിരി മുളക് പൊടി, പിന്നെ അതിന് തക്കാളി ഇടില്ല. അതുപോലെ അങ്ങനെ മല്ലിപ്പൊടി ഒന്നും ഇടാണ്ട് ഒരു പൊടി മുളക് പൊടിയും ബാക്കി ഗരം മസാല ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. ഒക്കെ ഞാൻ തേങ്ങാപ്പാലാക്കിയിട്ടുണ്ടേ. അപ്പോൾ എനിക്ക് ഇന്ന് ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കുന്നതാണ്. പിന്നെ നമുക്ക് സവാള ഇടാം. ലാസ്റ്റ് സ്റ്റേജ് എന്താ പറയുക ഗ്രീൻ പീസ് ഇടാനാകുന്ന ടൈമിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഫുൾ ഇങ്ങനെ റെസിപ്പി വീഡിയോ പോലെ ആവണ്ട.
കുക്കറിലാണ്ട് ഒരുപാട് വഴറ്റിയിട്ടൊന്നും എടുക്കുന്നില്ല. ഇപ്പം ഇന്ന് നല്ല കറണ്ട് പോയിക്കൊണ്ട് വന്നുകൊണ്ട് തോന്നുന്നു കേട്ടോ. കാരണം ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്നു, ഇടയ്ക്ക് മഴയേയില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ് ഇന്ന്. ഓക്കെ, അപ്പോൾ ഏകദേശം തക്കാളികളൊക്കെ ഏകദേശം വഴയിട്ടുണ്ട്. കാരണം ഓവറായിട്ട് വേവിച്ചെടുക്കുന്നില്ല. അത് കുക്കറിലായതുകൊണ്ട് കടലിൻ്റെ കൂടെ പോകുമെന്ന് പറഞ്ഞു. കടലിൽ കുറച്ച് സമയം എന്തായാലും ഓരോ ടൈം വേണ്ട, കാരണം നല്ലോണം കുതിർന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഗരം മസാലയും മഞ്ഞൾപ്പൊടി ഇട്ട്, ഉപ്പിട്ട്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് പേസ്റ്റ് ഇട്ട്, മഞ്ഞൾ കുറച്ച് സാധാരണ ഇടുന്നതിനേക്കാളും ഇച്ചിരി അധികം ഇട്ടിന് കേട്ടോ. നമുക്ക് ഗരം മസാല കൂടി ആവശ്യം ഇട്ടുള്ളൂ. ഗരം മസാല ഇട്ട് പിന്നെ മുളക് പൊടി ഞാനായിട്ട് ഇങ്ങനെ എൻ്റെ രീതിയിൽ ഉണ്ടാക്കാം, അല്ലാണ്ട് പ്രോപ്പർ ഗ്രീൻ പീസ് മസാലയുടെ റെസിപ്പി ഒന്നല്ല. ഓക്കെ, നമുക്ക് മുളക് പൊടി വളരെ വളരെ കുറച്ച് മാത്രമാണ് ഇത് ആ ഒരു കളറിന് വേണ്ടി മാത്രം ഇച്ചിരി ചേർക്കുന്നത്. കളർ ടേസ്റ്റിനല്ല, ഇച്ചിരി ആ ഒരു കളർ കിട്ടാൻ. ഓക്കെ, മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ പീസ് കഴുകി എടുത്ത വെള്ളമാണ്. അപ്പോൾ ഇത് വെള്ളമൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. കാരണം ഗ്രീൻ പീസ് വേകുന്ന സമയത്ത് വെള്ളമൊക്കെ വറ്റും. നമുക്ക് ലാസ്റ്റ് ഒന്ന് വരട്ടി ജസ്റ്റ് ഇങ്ങനെ ഡ്രൈ ആക്കി എടുക്കുക. ആ ഒരു നല്ല ഗ്രേവിയില, നല്ല ഡ്രൈയും അല്ലാത്ത രീതിയിലാക്കി എടുക്കുക. ഓക്കെ, കൂടെ വെള്ളം ഒഴിക്കുക. കാരണം കുറച്ച് തിക്ക് മസാല ഉണ്ട്. ഞാൻ നോർമലി നമ്മൾ ഗ്രീൻ പീസ് വെക്കുമ്പോൾ ഉള്ളി തക്കാളിയൊന്നും അധികം ഇടില്ല. സാധാരണ ഗ്രീൻ പീസ് വെക്കുമ്പോൾ ഒരു പകുതി ഉള്ളിയോ തക്കാളി അങ്ങനെ ഇടണം. കാരണം ഗ്രീൻ പീസ് കറിക്ക് പച്ചക്കറികൾക്ക് അത്രയും വേണ്ട. ഇപ്പോൾ പരിപ്പാകുമ്പോൾ ചെറുപയർ അങ്ങനെ നമുക്ക് അത്രയും വേണ്ട. അപ്പോൾ ഞാൻ കുറച്ച് തിക്ക് മസാല പോലെ ആക്കുന്നത് ഉള്ളിയും തക്കാളി കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്. അധികം വെച്ചാൽ ഒരുപാടില്ല, കുറച്ച് കണക്കായിട്ട് ആ ഒരു ഗ്രീൻ പീസിന് കണക്കാക്കി ഇട്ടിട്ടുണ്ട്. അപ്പം തിക്ക് മസാല ആയതുകൊണ്ട് ചിലപ്പോൾ കടല വേവുന്ന സമയത്ത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താക്കാം, കുറച്ചുകൂടി വെള്ളം വയ്ക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് മൂടി വെക്കാം. ഇനി നമുക്ക് പത്തിന് പൊടി കുഴച്ചിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ പത്തിന് കുഴക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സാധാരണ വെള്ളത്തിൽ, നോർമൽ വാട്ടറിൽ എന്താ ഉപ്പിട്ടിട്ടുണ്ട്. ചൂടുവെള്ളത്തിലും കുഴക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചൂടുവെള്ളത്തിൽ കുഴച്ചാൽ നല്ലത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചൂടുവെള്ളം നോക്കാൻ പറ്റുന്നില്ല. നിങ്ങളെ ഒന്ന് മടിച്ചു തന്നു. ഓക്കെ, അപ്പം പത്തിൻ്റെ പൊടി അരിപ്പൊടിയാണ് കേട്ടോ. അരച്ചിട്ട് ചുടുന്നാലും ശീലം മനസ്സില്ല, ഞാൻ ചെയ്യുമില്ല. ഉമ്മ ഉണ്ടെങ്കിൽ നടക്കും. എന്തായാലും ഒറ്റയ്ക്ക് അരച്ചിട്ട് എടുത്ത് ചൂടാൻ പോകുന്നുണ്ട്. എനിക്ക് ഇൻഷാള്ള പൊടി ആയിക്കഴിഞ്ഞാൽ ഞാൻ പൊടി വായിച്ച് ചുണ്ടല്ലാണ്ട് അരച്ചിട്ട് എടുക്കുന്നത് ചൂടുന്നു. പൊടി ഇട്ടിട്ടുണ്ട്, നമുക്ക് നല്ലപോലെ കുഴപ്പം. പിന്നെ ഷെൻജുവിന് ഇപ്പോൾ ഉറങ്ങാൻ വേണ്ടിയെന്ന് വെച്ചാൽ നാളെ സ്കൂളിലാക്കണം. നാളെ സാറ്റർഡേ സ്കൂളില്ലാത്തതുകൊണ്ടാണ് ഉറങ്ങാൻ വേണ്ടി വിട്ടത് കേട്ടോ. അല്ലെങ്കിൽ ഒരു ടൈമിൽ ഉറങ്ങിപ്പോൾ ഞാൻ ഒരിക്കലും പറയില്ല, സ്കൂളില്ലാതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഉറങ്ങിക്കാൻ പറഞ്ഞത്, മനസ്സിലായോ? അല്ലെങ്കിൽ ഈ ടൈമിൽ ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ വയ്യ ഉറങ്ങൂലല്ലോ ആദ്യം. ഇനിയിപ്പോൾ നേരത്തെ വന്നിട്ട് വയ്യ ലേറ്റായിട്ട് ഉറങ്ങിയാലും കുഴപ്പമില്ല. സ്കൂളിലാത്തൊന്നും കുഴപ്പമില്ല. സീറൊക്കെ ഉണ്ട്, പക്ഷെ ഇത് LKG ആയതുകൊണ്ടാണ് ഇല്ലാത്ത കേട്ടോ. അപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്, അപ്പോൾ നമുക്ക് വെള്ളം ചേർത്തോണ്ട്. അപ്പോൾ നമുക്ക് ഇനി ചുടുമ്പം കാണാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കുഴച്ച് ഉണ്ടാക്കുന്ന ബോൾസ് ആയിട്ടൊന്നും കാണുന്നില്ല. ഞാൻ ബോൾസിലാക്കി കഴിഞ്ഞിട്ട് മാത്രമേ ചുടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. കാരണം ചുട്ടുകൊണ്ട് ബോൾസ് ആക്കുന്നത് കയ്യിൽ പറ്റും. ഇപ്പോൾ ഇതായാലും അരച്ചതായാലും ശരി. അപ്പം നമ്മൾ ബോൾസൊക്കെ ആക്കി കഴിഞ്ഞിട്ട് ചൂടുവാണെങ്കിൽ നമുക്ക് ഈസിയായിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ സമയം 8:30 മണിയായി. ഓക്കെ, അപ്പോൾ ഞാൻ പിന്നെ ഷെൻജുവിനെ വൈകുന്നേരം പഠിപ്പിച്ചാൽ ഇപ്പോഴത്തെ 7 മണി. അപ്പോൾ ഞാൻ ഉമ്മയിലപ്പോൾ അങ്ങനെയാണ് കേട്ടോ. എന്താ പറയുക, വൈകുന്നേരം വന്നപ്പോൾ മാക്സിമം മോളെ എല്ലാം എഴുതിപ്പിക്കാനും ഇവിടുത്തെ ക്ലാസ്സൊക്കെ വായിപ്പിക്കാനും നമ്മൾ ശ്രമിക്കും. എന്നിട്ട് മാത്രമേ രാത്രിത്തെ പണിയിലേക്ക് ഇറങ്ങാൻ. അപ്പോൾ ഇപ്പം 8:15 വർഷം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഉമ്മ ഉണ്ടാകുമ്പോൾ ഒരാൾ എന്താ പറയുക കറി വെക്കും, ഒരാൾ പത്തിടും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ,
ആയിട്ടില്ലെന്ന് തോന്നുന്നു. 10 ചൂടാൻ തുടങ്ങി നമ്മൾ റെക്കോർഡ് ആയിട്ടേ. അപ്പം ചൂടാൻ തുടങ്ങിയിട്ടുണ്ട്. മോശത്തൊക്കെ അവിടെ മോശം സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. കറിക്ക് ഏകദേശം ആവും. ഓക്കെ, 2 വിസിലും കൂടി കഴിഞ്ഞിട്ട് ഓഫ് ചെയ്യാൻ വിചാരിക്കും. എണ്ണ തേച്ചതുകൊണ്ടാണ് പെട്ടെന്ന് മറിച്ചിടാൻ കിട്ടുന്നത്. ഈ ഓട്ടിൽ എണ്ണ ഇട്ടില്ലെങ്കിൽ തിരിച്ചിടാൻ വേണ്ടി പറ്റൂല. കാരണം ഈ ഓടിന് എണ്ണ ഇട്ടിട്ട് മാത്രം മറിച്ച് ശീലം. കുട്ടി അത് എണീച്ചു കേട്ടോ. കുട്ടി അപ്പോൾ നമ്മുടെ മാത്സ് ആണ് ഹോംവർക്ക്. ഒക്കെ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമല്ല, അല്ലാണ്ട് കുറേ വീഡിയോസ് ഒന്നുമില്ല. എന്നിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കുന്നതായിരിക്കും ഗൈസ്. ഓക്കെ, എൻ്റെ ഗ്രീൻ പീസ് ഒക്കെ അടിപൊളി റെഡി ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് കാണിച്ചില്ല കേട്ടോ ഗൈസ്. എൻ്റെ ഗ്രീൻ പീസ് ഞാൻ വിചാരിച്ചപ്പോൾ ഏകദേശം വിചാരിച്ച സ്ട്രക്ചർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഞാൻ കഴിച്ച് നോക്കിയിട്ട് പറയാം എപ്പോഴും ഏതൊക്കെയാണ്. ഓക്കെ ഗൈസ്, ബൈ ബൈ. ഇനി കഴിക്കുമ്പോൾ കാണാം കേട്ടോ. ഷെൻസിനെ കുറിച്ച് എഴുതിക്കണം. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയും പത്തിലും. അപ്പോൾ ഷെൻസോടെ ഓളെ സ്റ്റഡി ടേബിളിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഫുഡ് കഴിക്കാം. 9:30 കഴിഞ്ഞ് ഒക്കെ വരണത്ര. ഓക്കെ, ഞാൻ ഏതായാലും കഴിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രീൻ പീസ് മസാല. കറിയോ അല്ല, നല്ലോണം ഡ്രൈയോ അല്ലാത്ത രീതിയിൽ കറിയാണെങ്കിൽ ചെറുതായിട്ടൊരു കറിയാണ്, പക്ഷേ ഭയങ്കര ഗ്രേവി ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഡേ ലൈഫ് മോർണിംഗ് ടു നൈറ്റ് വരെയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ ഇക്ക വന്നിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ ഇൻഷാ അല്ലാഹ്. ഓക്കെ, അല്ലെങ്കിൽ ഇതായിരിക്കും വൈൻഡപ്പ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ബൈ.